ഞാൻ മുട്ട തിന്നാൻ പോണ. അങ്ങനെ തിന്നാ താഴെ വീഴുമല്ലേ? തിരിച്ചേ തിന്നെ, മൊത്തം തിന്നണം. മുട്ട തിന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്ലെയിനിൽ പോവാമോ? മുട്ട തിന്നാ പ്ലെയിനിലൊക്കെ പോവാം അല്ലേ? പിന്നെ മുട്ട തിന്നാ എന്തൊക്കെ കിട്ടും നമുക്ക്? ബുള്ളറ്റ് കിട്ടോ? ബുള്ളറ്റ് കിട്ടാനാണ് ഋതു മുട്ടേനാണോ? ബുള്ളറ്റ് കിട്ടിയിട്ട് ഋതു എവിടെ പോവും? ബുള്ളറ്റില് കടയിലാ? അമ്മയെ കൊണ്ടുപോകോ ബുള്ളറ്റില്? കൊണ്ടുപോകോ? കൈ കഴുകിയിട്ട് തന്നെ ഋതു തിന്നണത്? കഴുകിയാ? മുട്ട എന്തിനാണ് തിന്നണത്? വലുതാവാനാ? വലുതായിട്ട് എല്ലായിടത്തും പോണോ? എന്തിനാണ്? കാക്കയ്ക്ക് കൊടുക്കണത്? അത് കാക്കയ്ക്ക് കൊടുക്കണല്ല, അത് മഞ്ഞക്കുരു. അതെന്ത് അങ്ങോട്ട് മാറ്റി വെക്കണം, അത് തിന്ന്. അത് ഇത്തിരി തിന്നിട്ട് വെള്ളമോടെ കുടിച്ചാൽ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോകും. എല്ലാം തിന്നണം, എല്ലാം തിന്നാലേ വലുതാവുള്ളൂ. ആ കൈ വെച്ച് എടുക്കല്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ? ആ കൈ വെച്ചാണ് തിന്നണത്. ഋതുവിന്റെ വലത് കൈ എവിടെ? ഇടത് കൈ എവിടെ? അപ്പൊ നമ്മള് ചോറ് കഴിക്കണ ഏത് കൈ? ആഹാരം കഴിക്കണ ഏത് കൈ കൊണ്ടാണ്? അപ്പൊ ആ കൈ കൊണ്ടല്ലേ മുട്ട തിന്നാനുള്ളത്. ഋതു എങ്ങനെയാണ് വലതും ഇടതും പഠിച്ചത്? എങ്ങനെയാണ്? ആരാണ് പഠിപ്പിച്ചതെന്നാ വലതും ഇടതും? ബാലും ബബുലുമാണ് ഋതുവിന് വലതേതാ ഇടതേതാ പഠിപ്പിച്ചത്. അത് വെച്ച് കളിക്കാതെ തിന്ന്. പെട്ടെന്ന് തിന്നാലേ പെട്ടെന്ന് വലുതാവുള്ളൂ. പെട്ടെന്ന് വലുതായാലേ സ്കൂളിലൊക്കെ പോകാൻ പറ്റുള്ളൂ. സ്കൂൾ ബസ്സൊക്കെ വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കയറി പോകണ കണ്ടിട്ടില്ലേ? അതണൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് വലുതാവണം. മുട്ട കൊള്ളാമോ? തിന്ന്. മുട്ട തിന്നാ പ്രോട്ടീൻ കിട്ടും. രണ്ടും കൂടെ തിന്ന്, ഒരുമിച്ച് തിന്ന്. നുള്ളാൻ പറ്റണെങ്കിൽ എടുത്ത് കടിച്ച് തിന്നരുത്. അല്ലു ചേച്ചിയൊക്കെ മുട്ട തിന്നണ കണ്ടിട്ടില്ലേ? അങ്ങനെ കടിച്ച് തിന്നണം. കടിച്ച് തിന്നാലേ അത് വലുതാവുള്ളൂ. സ്ട്രോങ് ആവണ്ടേ ഋതുവിന്? ഋതു പാട്ടോടെയാണ് പൂവേ പൂവേ പാലപ്പൂവേ. പാട്, കൂട്ടുകാരൊക്കെ കേക്കട്ട്. പാട്, പാടിയാലല്ലേ എല്ലാരും കേക്കോളൂ. എങ്കിൽ പെട്ടെന്ന് തിന്ന്. പെട്ടെന്ന് തിന്നിട്ട് പാട്ട് പാടിയാലും മതി. ഇതൊക്കെ തിന്നിട്ട് വലുതാവുമ്പോ കുളിയൊക്കെ പോടും. പോയിട്ടേ കുളിയൊക്കെ പോണം. നഴ്സറി പോയിട്ടാണ് സ്കൂളിൽ പോണം. സ്കൂളിൽ പോയി പഠിച്ചിട്ട് അമ്മേനെ ബസ്സിൽ കയറി വരും. അപ്പൊ അമ്മ നോക്കി നിൽക്കും. മോൻ വരണാന്നിങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ ഋതു സ്കൂൾ ബസ്സിൽ വരും. എന്ത് സ്പീഡിന് തിന്നണ? തിന്നിട്ട് എന്തേലും ചെയ്യാൻ പോണു? എന്നിട്ട് അവിടെ പോകാൻ പോണു? തിന്നിട്ട് അവിടെ പോകാൻ പോണു? ഇപ്പൊ സ്കൂളിൽ പോകാൻ പോണോ? രാത്രിയാണോ സ്കൂളിൽ പോണ? എന്തേലും പറ്റി? കയ്യിലെന്തൊരു പറ്റി? കടിച്ചാ?
മോൻ തന്നെ കടിച്ചോ? മുട്ടയെന്ന് പറഞ്ഞ് കടിച്ചാടി. ചാരേട്ടാ പോട്ടെ. ഋതു മുട്ട തിന്ന് ഋതു സ്വന്തമായി അവൻ്റെ കയ്യിൽ തന്നെ കടിച്ച് കരഞ്ഞു. മുട്ടയല്ല മോനെ കടിച്ചത്. മോൻ കടിച്ചപ്പോൾ മാറിപ്പോയതാണ്. ഇത്തിരി എടുത്ത് തിന്നെ മുട്ട. ഒത്തിരി എടുത്ത് തിന്നെ. അത് കൈയാണെന്ന് ഋതുവിനെ അറിഞ്ഞുകൂടിയിരുന്ന മാറിപ്പോയാ. അങ്ങനെ തിന്നാ മതി. അയ്യേ ഋതു സ്വന്തം കൈ കടിച്ചിട്ട് കരയണേ. അയ്യേ കരഞ്ഞ ഋതു ചിരിച്ചേ. ചവച്ച് തിന്നെ. താഴെ പോയ പോട്ട്. കളയാതെ തിന്നെ. വീണ്ടും വീണ്ടും താര നെഞ്ചും നാളെ നീ കണ്ണാളെ നമ്മുടെ കുഞ്ഞാളെ തേത്തിച്ചാണ്ടേ ഉമ്മളെ പട്ടിട്ടായ കൂട്ടാരെ എല്ലാം ചക്കര ചെയ്യണേ. ബൈ.